ചേച്ചി നീ ഇത്രയ്ക്ക് ഇമോഷണൽ ആവാനൊന്നും പാടില്ല. അതിനുവേണ്ടിയല്ല നിന്നെ ഞാൻ ഇതുവരെ കൊണ്ടെത്തിച്ചത്. എന്നാലും എനിക്ക് തന്നെ ഈ ഗതി വന്നല്ലോ ചേച്ചി. ഡ്യൂട്ടിക്ക് കയറിയ ദിവസം തന്നെ ദൈവം എന്നെ ഇങ്ങനെ ശിക്ഷിച്ചല്ലോ. നീ അങ്ങനൊന്നും ചിന്തിക്കരുത്. ഈ സംഭവം ഡിപ്പാർട്ട്മെന്റിൽ അറിഞ്ഞ നിന്നെ അവർ അംഗീകരിക്കുകയുള്ളൂ. അങ്ങനെയുള്ള അംഗീകാരമൊന്നും എനിക്ക് വേണ്ട ചേച്ചി. ഇപ്പൊ തന്നെ നമ്മുടെ വീട്ടുകാർ എന്നെ എന്തുമാത്രം വെറുക്കുന്നുണ്ടാവും. അതൊന്നും മനഃപൂർവ്വം അല്ല ഭരത്തെ, അറിവില്ലായ്മ കൊണ്ടാ. അങ്ങനെയാണെങ്കിൽ നിന്നെ ആദ്യം വെറുക്കേണ്ടത് ഞാനല്ലേ? ഇന്ന് ACP നിന്നോടൊപ്പം ഇല്ലായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും നീ ഇവിടെ നിയമത്തെ മറന്ന് കുടുംബസ്നേഹം കാണിക്കുമായിരുന്നു. ശരിയല്ലേ? ട്രെയിനിങ് ക്ലാസ്സിൽ നിങ്ങൾക്കുള്ള പ്രധാന ഉപദേശം നിയമത്തിന് മുന്നിൽ സ്വന്തം ബന്ധങ്ങൾക്കോ വ്യക്തിബന്ധങ്ങൾക്കോ യാതൊരു സ്ഥാനവും ഇല്ലാന്ന്. ഞാൻ പറഞ്ഞ ശരിയല്ലേ? അതുകൊണ്ട് വീട്ടുകാരെ കുറിച്ചൊന്നും നിനക്കൊരു തരത്തിലുള്ള വിഷമവും വേണ്ട. അതൊക്കെ ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം. ചേച്ചി എന്തിനാ ജയേഷിനെ വീട്ടിൽ പോയി തല്ലിയത്? എന്തിനാ അവന്റെ മൊബൈലൊക്കെ തല്ലി പൊട്ടിച്ചത്? എടാ, എന്തെങ്കിലും കാരണമില്ലാതെ ഞാൻ അങ്ങനെയൊന്നും പെരുമാറില്ല എന്ന് നിനക്കറിയാലോ. ചേച്ചിയല്ലേ എത്രയോ തവണ എന്നോടും സേതുവിനോടും പറഞ്ഞിട്ടുള്ളത് എടുത്തു ചാടിയൊന്നും ചെയ്യില്ലെന്ന്. എന്നിട്ടിപ്പോ ചേച്ചി തന്നെ അങ്ങനെയൊക്കെ ചെയ്തില്ലേ ചേച്ചി? നിന്റെ ഈ ചോദ്യത്തിനുള്ള മറുപടി എനിക്കിപ്പോ തരാനാവില്ല ഭരത്തെ. നീ പറഞ്ഞത് 100% കറക്റ്റാ. പക്ഷെ ഇപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. സാഹചര്യങ്ങളാ നമ്മളെ കൊണ്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്യിപ്പിക്കുന്നെന്ന്. ഭരത്തെ, ഭാനുവിനൊരു തെറ്റു പറ്റിപ്പോയി. അവളവനെ വിശ്വസിച്ചു, സ്നേഹിച്ചു. പക്ഷെ അവനും അവന്റെ വീട്ടുകാരും കൂടി ബുദ്ധിപൂർവം അവളുടെ ഇഷ്ടത്തെ മുതലെടുത്തു. ഒടുവിൽ അത് സ്ത്രീധനത്തിന്റെ പേരിൽ അവസാനിപ്പിക്കുകയും ചെയ്തു. എടാ, ഇതാണോ സ്നേഹം? എനിക്കെന്നും വലുത് എന്റെ സഹോദരങ്ങളെ തന്നെയാ. അവരെ സംരക്ഷിക്കാൻ പറ്റുന്നിടത്തോളം കാലം ഞാൻ സംരക്ഷിക്കും. നീ ഇതൊന്നും ഇത്ര ഗൗരവമായിട്ട് എടുക്കണ്ട. നിന്റെ ജോലിയുടെ ഭാഗമാണെന്ന് മാത്രം കരുതിയാ മതി. എടാ, എനിക്കതിലൊരു പരിഭവവും ഇല്ല. മോൻ ചെല്ല്, നീ വിഷമിക്കല്ലേ. മറക്കരുത്. നോക്ക്, നീ ചെല്ല്. ഭാനു, നീ ഇങ്ങനെ കരഞ്ഞൂന്ന് കരുതി എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാവോ? ആദ്യം എന്താ സംഭവിച്ചെന്നറിയണം. ഞാൻ കാരണമല്ലേ ഭാവനേച്ചിയെ പോലീസ് കൊണ്ടുപോയത്? എന്നാര് പറഞ്ഞു? നീ കാരണമെന്ന് ആര് പറഞ്ഞു? എന്തെങ്കിലും തക്കതായ കാരണമില്ലാതെ ഭാവന ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പൊ ഉടനെ വരാമെന്ന് ഭാവന പറഞ്ഞത് മോഹനെ കാണാനായിരുന്നു. നിന്നോടും ഭാവനയൊന്നും പറഞ്ഞില്ലേ ഭാനു? ഇല്ല മൈജി. ജയേഷ് ഫോട്ടോസും വീഡിയോസും അയച്ച കാര്യം ആരോടും പറയണ്ടെന്നാ ഭാവനേച്ചി പറഞ്ഞേക്കുന്ന. ഇനി അമ്മയ്ക്ക് എന്തെങ്കിലും സംശയം കാണുമോ? നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ലമ്മ. സേതു എവിടെ പോയി മായേ? സൂര്യ മാമനെയും വിളിച്ചു പറയാൻ വേണ്ടി പോകുന്നുണ്ടോ അമ്മേ? അമ്മേ,
അവര് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണെങ്കിൽ കേസ് ബലക്കത്തേ ഉള്ളൂ. ഇതൊക്കെ ഭാവനയെ കൊടുക്കാൻ വേണ്ടിയുള്ള കളിയായിരിക്കും മായേ. അത് ഭാവന ചെന്ന് രണ്ടാണുങ്ങളെ അടിച്ചു പരിക്കേൽപ്പിച്ചു എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുമോ? അവൾ എന്തേലും തക്കതായ കാര്യമില്ലാതെ അവിടേക്ക് പോകത്തില്ലമ്മേ. എല്ലാം പറഞ്ഞ് അവസാനിപ്പിച്ചിട്ടല്ലേ ഭാനു ഇന്നലെ വന്നത്. പിന്നെ എന്താ ഇതിനിടയിൽ സംഭവിച്ചേ? ഇവള് ഇങ്ങനെയൊരു കടുങ്കൈ ചെയ്യാൻ കാരണം അവനാണല്ലോ. ആ ദേഷ്യത്തിൽ ചോദിക്കാൻ പോയതായിരിക്കും. പക്ഷെ അന്നേരം അവരെല്ലാരും കൂടി ചേർന്ന് അവിടെ അവളെ കുരുക്കി. മനസ്സിന് ഒരു സമാധാനം കിട്ടുന്നില്ലല്ലോ മായേ. എന്തായാലും ഭാരത് അവിടെ ഉണ്ടല്ലോ അമ്മേ. എനിക്ക് അവന്റെ കാര്യമൊന്നും കേൾക്കണം. ഇതെല്ലാം കാണാനും കേൾക്കാൻ വേണ്ടി എന്തിനാ ഈശ്വരൻ എന്നെ ഇങ്ങനെ ഇട്ടേക്കുന്നത്? അമ്മേ, ഭാവന പോലും ഭരത്തിനെ അംഗീകരിച്ചിട്ടല്ലേ പോയെ? അവളല്ലെങ്കിലും അങ്ങനെയല്ലേ ചെയ്യൂ. ആരെയും കുറ്റപ്പെടുത്താൻ നിൽക്കില്ലല്ലോ. മോളെ, നീയെങ്കിലും ഒന്ന് സത്യം പറ. ഇന്നലെ നീ തന്നെയല്ലേ പോയി ജയേഷിനെ കണ്ടതും സംസാരിച്ചതും വിവരം പറഞ്ഞതും? അവനുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ നീ എന്തിനാ ഇങ്ങനൊരു അബദ്ധം കാണിച്ചത്? എന്തേലും ഉണ്ടെങ്കിൽ പറ ഭാനു. സത്യം എന്താന്ന് അറിഞ്ഞാലല്ലേ ഭാവനെ പുറത്തിറക്കാൻ പറ്റൂ. ഒന്നല്ല മായച്ചി, മയേ, നീ ഒന്ന് ഭരത്തിനെ വിളിച്ചിട്ട് എന്തായാലും ചോദിക്കേ. ശരി അമ്മേ. അമ്മേ, ദേ മാമനും മാമിയും വന്നു. ആ, എന്താ മായത്? എന്തൊക്കെ ഇവിടെ നടക്കുന്നത്? എനിക്കൊന്നും അറിയില്ല മാമ. ഗായത്രി, ഭാവനയെ കൊണ്ടുപോകാൻ പോലീസ് ഇവിടെ വന്നപ്പോഴാ എന്താ ഉണ്ടായെന്നാണ് ഞങ്ങൾ അറിയുന്നത്. ഭാനു ഇങ്ങനെ ഒരു അബദ്ധം കാണിച്ചപ്പോ തന്നെ നിനക്കെങ്കിലും ഞങ്ങളെ ഒന്ന് വിളിച്ച് പറയാറുന്നില്ലേ മായേ? രാത്രിയിൽ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കണ്ടെന്ന് പറഞ്ഞത് ഭാവനയാ. ഗായത്രി, എന്താ ഗായത്രി ഇത്? ഒന്നു മാറി എന്തൊക്കെ തലവേദനകൾ ഇവിടെ നടക്കുന്നത്? എനിക്ക് അറിഞ്ഞൂടെ ഏട്ടത്തി. ഇന്നലെ തന്നെ എല്ലാം അവസാനിപ്പിച്ചിട്ട് വന്നു എന്ന് പറഞ്ഞ ഭാനുവാണ് ഇന്നലെ രാത്രി ഈ അബദ്ധം കാണിച്ചത്. ശ്ശോ, ഇപ്പത്തെ പിള്ളേർക്ക് അല്പം മതി ബുദ്ധിമോശം കാണിക്കാൻ. അതെ, വിവരവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇങ്ങനെ ചിന്തിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും? ഭരത് തന്നെ ഭാവനയെ കൊണ്ടുപോകാൻ വന്നു എന്നറിഞ്ഞപ്പോ എന്റെ ശരീരം മരവിച്ചതുപോലെ ആയിപ്പോയി. സിനിമയിലേ ഞാൻ ഇങ്ങനെയൊക്കെ കണ്ടിട്ടുള്ളൂ. ഭരത്തിന് മനസ്സുണ്ടായിട്ടല്ല മാമ, അവൻ അവന്റെ ഡ്യൂട്ടി അല്ലേ ചെയ്തത്. എന്ത് ഡ്യൂട്ടി? അവനെ പഠിപ്പിച്ച് ഇത്രയും വരെ കൊണ്ടെത്തിച്ച് അവളെ തന്നെ അറസ്റ്റ് ചെയ്യുന്നതാണോ ഡ്യൂട്ടി? ഞാൻ ആ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഭാവനെ അവൻ കൊണ്ടുപോയില്ലായിരുന്നു. ഭരത് മാത്രമല്ല മാമി, ACP ഉണ്ടായിരുന്നു, ഒരു ലേഡി. ഓഹോ, അപ്പൊ കാര്യമായിട്ട് തന്നെ മോഹനം കളിച്ചിട്ടുണ്ട് ഗായത്രി. ഇല്ലെങ്കിൽ ACP ഒന്നും നേരിട്ട് വരില്ല. അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞല്ലേ ഏട്ടാ, മോഹനൻ അപകടകാരിയാന്ന്. അവൻ മറ്റെന്തൊക്കെയോ കണക്കുകൂട്ടലുമായിട്ടാ വന്നേക്കുന്നത്. എന്ത് കണക്കൂട്ടല്? അവനിട്ട് രണ്ടെണ്ണം പൊട്ടിക്കാൻ ആളില്ലാഞ്ഞിട്ടാ. ഭാവനെ അവൻ തൊട്ട് കളിച്ചത് അവന്റെ നാശത്തിനാ ഗായത്രി. ഇനി എന്തൊക്കെ പ്രശ്നം വന്നാലും അവനെ വെറുതെ വിടരുത്. ആദ്യം ഭാവനയെ പുറത്തു കൊണ്ടുവരണം ജാനകി, എന്നിട്ട് നമുക്ക് അവനെ പൂട്ടാനുള്ള വഴി നോക്കാം. അവനെ മാത്രം പൂട്ടിയാ പോരെ പപ്പേട്ട.
അവന്റെ മോനും പൂട്ടണം. എന്റെ മോളോട് ഈ ചതി ചെയ്തതിന് അവനും അവന്റെ മോനും അനുഭവിക്കും ഏട്ടത്തി. സേതുവിടെ പോയി? മാമനെ സൂര്യൻ വിളിക്കാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങുന്ന കണ്ടു. എവിടെ പോയെന്ന് അറിയത്തില്ല. സ്റ്റേഷനിലേക്ക് പോയിട്ടുണ്ടാവും. കേസ് സ്ട്രോങ് ആയിരിക്കും. അതുകൊണ്ട് നല്ല രീതിയിൽ ആരെങ്കിലും ഇടപെട്ടാലേ ജാമ്യം കിട്ടൂ.